ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ അടുത്തിടെയായിട്ട് ഇപ്പോൾ 2 ദിവസത്തെ ആയിട്ടുള്ളൂ തോന്നുന്നു, സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ടൊരു പ്രചരണം നടന്നിരുന്നു. ഒരാൾ ഒരു പെൺകുട്ടിയെ ബസ്സിൽ വെച്ച് അപമാനിച്ചു എന്നോ തോണ്ടിയെന്നോ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവൾ തുടക്കം മുതൽ അത് മൊബൈലിൽ പകർത്താൻ വേണ്ടിയിട്ട് ഇവൾ തയ്യാറെടുത്തുകൊണ്ടാണോ ബസ്സിൽ കയറിയത്? പക്ഷേ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ആ മനുഷ്യൻ ആ പെൺകുട്ടിയെ ഒന്നും ചെയ്തതായിട്ട് കണ്ടില്ല. പലരും ഇട്ട വീഡിയോ ഞാൻ കണ്ടു, പക്ഷെ അതിലൊന്നും ആ മനുഷ്യൻ ആ പെൺകുട്ടിയെ തോണ്ടുന്നതായിട്ടോ തട്ടുന്നതായിട്ടോ കാണുന്നില്ല. എനിക്ക് തോന്നുന്നു അവളെ തട്ടാത്തതിൻ്റെ സൂക്കടാണോ അവൾ കാണിച്ചത്. അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് കണ്ടപ്പോൾ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോസ് കണ്ടു. ആ വീഡിയോസിൽ അയാൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. സത്യം പറയുന്നത് വിഷമമാണ് തോന്നി. എന്തിനാണ് പെണ്ണുങ്ങളെ നമ്മുടെ റീച്ചിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരെ ക്രൂശിക്കുന്നത്? അല്ലാതെ ഏതൊക്കെ രീതിക്ക് കണ്ടൻറ്റ് ചെയ്യാനുണ്ട്? ഒരു മനുഷ്യനെയും നമ്മൾ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കരുത്. ആ മനുഷ്യൻ എന്ത് തെറ്റാണ് ചെയ്തത്? അവൾ ബസ് കയറിയ പാടും മൊബൈൽ ഓണാക്കി വെച്ചിട്ടുണ്ട്. അത് വ്യക്തമായി കാണിക്കുന്നുണ്ട്. അയാൾ ഇറങ്ങിപ്പോകുന്നതും അയാൾ ആ പെട്ടി പിടിച്ച് പോകുന്നത്. പെട്ടിയാണ് അയാളുടെ കയ്യിലുള്ളത്. ഏതൊരു നല്ലൊരു ഉദ്യോഗസ്ഥനാണ് എന്നാണ് എനിക്ക് നല്ലൊരു മാന്യ വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയത്. നമ്മൾ ആണുങ്ങളെ കുറ്റം പറയണം, പക്ഷേ ഇങ്ങനത്തെ കാര്യത്തിനൊന്നും ഇല്ലായ്മ നമ്മൾ ഒരാണിനെയും പറയരുത്. ആണിനെയും നല്ല പെണ്ണിനെയും പറയരുത്. സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം വേണം നമ്മൾ അവരെ ക്രൂശിലേറ്റാൻ. ഈ ഒരു പെൺകുട്ടിയെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്ന് അവൾക്ക് തക്കതായി ശിക്ഷ കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അവളെ കയറി പിടിക്കാത്തതിൻ്റെ സൂക്കടാണ് അവൾക്ക്. എന്ത് വൃത്തികെട്ട പെണ്ണാണവൾ. ഇതൊക്കെ പെണ്ണിന് അപമാനം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഒരു സ്ത്രീ ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തം സമൂഹത്തിൽ മറ്റുള്ള സ്ത്രീകൾക്ക് കൂടി ബാധിക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാം റീച്ചിന് വേണ്ടിയിട്ടാണ്. എന്ത് റീച്ച്? ഒരു കുടുംബം ഇല്ലായ്മ ചെയ്തിട്ടാണോ നമ്മൾ റീച്ച് നേടേണ്ടത്? അല്ലല്ലോ. അല്ലാതെ ഈ പ്രകൃതിയിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാൻ. അതൊക്കെ ചെയ്താൽ പോരെ? അല്ലെങ്കിൽ നമ്മൾ ദ്രോഹിക്കുന്ന വീഡിയോസൊക്കെ ആണെങ്കിൽ നമ്മൾ ഇടുന്നതിന് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഇത് ആ വീഡിയോസിൽ എവിടെയും അയാൾ ഇതായിട്ട് അവൾക്ക് ഒന്നില്ലെങ്കിൽ നമ്മൾ ലേഡീസിന് ഒരാൾ തൊടുന്നത് നമുക്ക് ടച്ച് ചെയ്തു എന്ന് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സകലം മാറി നിൽക്കുക. മാറി നിന്നിട്ട് പിന്നീടും അതേപോലെ നമുക്ക് അനുഭവത്തിൽ വരികയാണെങ്കിൽ മാത്രം നമ്മൾ പ്രതികരിക്കണം. അല്ലാതെ അവൾ മാറി നിൽക്കാതെ അവളും ചേർന്ന് നിൽക്കുക. എന്തിൻ്റെ ആവശ്യമുണ്ട്? അപ്പോൾ അവൾക്കല്ലേ കഴപ്പിൻ്റെ അസുഖമല്ലേ അവൾക്ക്? ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ മോന്തടിച്ച് പൊട്ടിക്കാൻ ആളില്ല. അതിൻ്റെ പാവം ആ ഒരു മനുഷ്യൻ്റെ കുടുംബത്തിന്, ആ മനുഷ്യൻ്റെ ഒരു വേദന എങ്ങനെ വീട്ടിലുള്ളവർ സഹിക്കും? അവരുടെ ഭാര്യയും മക്കളും അയാൾ വരുന്നതും കാത്തിരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആരും ഇനി ഇങ്ങനെയൊന്നും റീച്ചിന് വേണ്ടി ചെയ്യരുത്. ഓക്കെ.